വഴി നേരത്തെ അപ്പുറത്തെ ഭാഗത്താണ് കയറിയത്. അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്തോട്ട് ഒഴുകി. അപ്പോൾ വെള്ളം ശക്തമായിട്ട് തെക്കോട്ട് ഒഴുകുന്നതുകൊണ്ട് ഇത് തെക്കോട്ട് നീങ്ങും. ഇതിപ്പോൾ എവിടം വരെ ഇന്ന് എത്തുമെന്ന് നമുക്കറിയത്തില്ല. ഈ ഫ്രീസറിൽ കുഴപ്പമില്ല. ഇത് ഫ്രൂട്ട്സ് ഐറ്റമായത്, ഇത് ഫുഡ് ഐറ്റമായത്. ഇതിൽ വന്നേക്കുന്നത് മൊത്തം ഫുഡ് ഐറ്റമാണ്. ശക്തമായിട്ട് മൊത്തം തെക്കോട്ട് വലിക്കുക വെള്ളവും കാറ്റും. 3 ഒഴുകി വരുന്നുണ്ട്. 3 നമ്മളിപ്പോൾ തെക്കോട്ട് വരത്തുള്ളൂ. വെള്ളവും കാറ്റും തെക്കോട്ട് നിൽക്കുന്നതുകൊണ്ട് ഏറ്റവും ഇത് തെക്കോട്ട് ഒഴുകത്തുള്ളൂ. ഇപ്പോഴത്തെ അന്തരീക്ഷത്തിന് കാറ്റ് വടക്ക് നിൽക്കുന്നതുകൊണ്ട് ഈ സാധനം എപ്പോഴും തെക്കോട്ട് ഒഴുകത്തേ ഉള്ളൂ. എത്ര എണ്ണം ഉണ്ടെങ്കിലും അത് തെക്കോട്ട് വരാനാണ് സാധ്യത. ഇനി വരത്തേ ഉള്ളൂ, മൊത്തം ഒഴുകി വരത്തേ ഉള്ളൂ. ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. കൊല്ലം തീരത്തേക്കാണ് കൂടുതൽ കണ്ടെയ്നറുകൾ എടുക്കുന്നത്. നമുക്ക് ശക്തികുളങ്ങരയിലേക്ക് പോകാം. അവിടെ കണ്ണൻ നായരുണ്ട്. കണ്ണൻ, ശക്തികുളങ്ങരയിൽ ഇപ്പോൾ എങ്ങനെയാണ് സ്ഥിതി? ഈ കണ്ടെയ്നറുകൾ കരക്കെടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? എന്താണ് ഏറ്റവും പുതിയ വിവരം? ജയലക്ഷ്മി, കൂടുതൽ കണ്ടെയ്നറുകൾ ശക്തികുളങ്ങര, നീണ്ടകര തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക്, പരിമണം തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ രാഹുൽ സൂചിപ്പിച്ചതുപോലെ അവിടെ സമാനമായ രീതിയിൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ടെയ്നറിൻ്റെ വാതിൽ തുറന്നിട്ടുണ്ട്. എന്നാൽ അവിടെ കണ്ടെയ്നറിൽ ഒന്നും മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പ്രദേശത്ത് ഒട്ടേറെ ജനങ്ങൾ കൂടിയിട്ടുണ്ട്. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം 200 മീറ്റർ അകലേക്ക് ജനങ്ങളെയൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട്. എന്താ ഒരു ആശങ്കയുണ്ടോ നിങ്ങൾക്ക്? ഇല്ലില്ല, ആശങ്കയൊന്നുമില്ല. ഇത് ഇപ്പം ഗവൺമെൻറ് സംവിധാനങ്ങൾ ചെയ്ത് കടലിൽ നിന്ന് കളക്ട് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ അടുത്തിരിക്കുകയായിരുന്നല്ലോ, ഇപ്പം മാറിക്കാൻ പറഞ്ഞല്ലേ? ഇപ്പം കുറച്ചോട്ട് മാറിക്കാൻ പറഞ്ഞു. എല്ലാവരും പറഞ്ഞാൽ കേൾക്കത്തില്ലല്ലോ, അതുകൊണ്ട് കുറച്ചോട്ട് ഇങ്ങോട്ട് മാറിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് അറിഞ്ഞത്? രാവിലെ ഒരു 7 മണിയോടെ ആളുകൾ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കും ഈ ഭാഗത്തുള്ള ആളുകളെല്ലാം ഇവിടെ കൂടുകയായിരുന്നു. പിന്നെ ഇവിടുന്ന് ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ട്. ഇങ്ങനൊരു സംഭവം കൗതുകമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുന്നവരൊക്കെ ഫോൺ വിളിച്ചിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. ഇവിടെ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു കുറച്ച് മുൻപ് വരെയും. ഇത് കരയിലേക്ക് കെട്ടി മാറ്റുന്നിടം വരെയും ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇപ്പം ഈ ഒരു രീതിയിൽ കെട്ടിയതിന് ശേഷം പോലീസുകാർ ഉൾപ്പെടെ നിർദ്ദേശം തന്നിട്ടാണ്. ACP ഒക്കെ സ്ഥലത്ത് ഇതുവരെ ഉണ്ടായിരുന്നു. അപ്പോൾ 200 മീറ്റർ അകലെ മാറി നിൽക്കണമെന്ന് പ്രത്യേകം നിർദ്ദേശം തന്നിട്ടാണ് പോയിട്ടുള്ളത്. ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പം ഒരു ജനങ്ങൾക്കൊരു ആശങ്കയുണ്ട്. കാര്യം ആദ്യമൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഒരു പേടിയുണ്ടായിരുന്നു. ചെറിയഴിക്കൽ നിന്ന് 7 കുടുംബങ്ങളെ മാറ്റിയിരുന്നു. ഇവിടെ ഇത് കണ്ടപ്പോഴത്തേക്കിന് ആളുകളും ആ ഒരു ആശങ്കയോടെ തന്നെയാണ് വിളിച്ചത്. പക്ഷേ എല്ലാവരും എന്തായാലും നമ്മളുടെ ഭാഗത്തേക്ക് ഇത് അടിഞ്ഞു. അപ്പോൾ ഒറ്റക്കെട്ടോടെ നിന്നിട്ട് ഇനി അടുത്തത് എന്താണെന്നുള്ള തീരുമാനത്തിലേക്കാണ്. ഇവിടെ ഇപ്പം ഞങ്ങൾ അടുത്തുള്ള 3 ഡിവിഷനിലെ കൗൺസിലർമാരുണ്ട്. പിന്നെ എല്ലാ ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. വില്ലേജ് ഓഫീസർ, തഹസിൽദാർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എല്ലാ ടീമിലും. മാറ്റാൻ വേണ്ടിയുള്ള എന്തെങ്കിലും നടപടി ആരംഭിക്കുന്നുണ്ടോ? ഇല്ല, അങ്ങനെ ആയിട്ടില്ല. നിലവിൽ ഇപ്പം കരയിലേക്കൊന്നും എടുത്ത് വെക്കേണ്ട എന്നൊരു ഡയറക്ഷനാണ് ഡിപ്പാർട്ട്മെന്റലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ ആളുകളുടെ ആശങ്ക മൂലം നമ്മൾ കടലിൽ തന്നെ ഇങ്ങനെ കെട്ടിയ അവസ്ഥയിലാണ്. ഇനിയുള്ളതൊന്നും കരയിലേക്ക് എടുത്ത് വെക്കേണ്ട, ബാക്കി ഡിപ്പാർട്ട്മെന്റായിട്ട്. മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കണ്ടെയ്നർ വന്നുകൊണ്ടിരിക്കുക. അതെ, ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന ഭാഗത്ത് 3 എണ്ണം കാണുന്നുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് പുലിമുട്ടിലേക്ക് ഒരെണ്ണം കയറി പുലിമുട്ടിലേക്ക് ഇരിപ്പുണ്ട്. ഒരെണ്ണം നമുക്ക് ഈ ഉൾക്കടലിൽ തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് കാണത്തക്ക തരത്തിൽ. അതെ, ഒരു കണ്ടെയ്നർ തന്നെ 3 ലോക്കായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പം അപ്പുറത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഇപ്പം തൊട്ടടുത്ത് നമ്മളുടെ വളവിൽത്തോപ്പ് ഭാഗം, മരുത്തടി, അവിടെയും ഇതുപോലെ ഒരു നിരപ്പുള്ള പ്രദേശമാണ്. അവിടെയും കയറിയിട്ടുണ്ടെന്ന് ഇപ്പോൾ ആളുകൾ ഫോൺ വിളിക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഇത്ര ആൾക്കൂട്ടം ഉള്ളതും ഇപ്പം നാട്ടിലൊക്കെ എല്ലാവരും ഫോൺ, വാട്സപ്പ് വഴി മെസ്സേജൊക്കെ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തൊട്ടടുത്തും ഇതുപോലെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞ ആളുകൾ വിളിക്കുന്നുണ്ട്. അതായത് കോർപ്പറേഷൻ കൗൺസിലറുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത് ലക്ഷ്മി. കാര്യം അവിടെ ഉള്ള ഇവിടെ ഇതിന് തൊട്ട് സമീപത്ത് തന്നെ ഉള്ള പ്രദേശത്ത് ഈ കണ്ടെയ്നറുകൾ ഇങ്ങനെ വന്ന് കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 15 എണ്ണം ആയിരുന്നു നമ്മൾ തുടക്കത്തിൽ പറഞ്ഞെങ്കിൽ ഇപ്പോൾ അത് 21ലേക്ക് എത്തുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കാര്യം അടുത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കാര്യം ഏതെങ്കിലും തരത്തിൽ ഒരു കണ്ടെയ്നറുകളൊക്കെ കടൽ തീരത്തോട് തന്നെ ചേർത്ത് കെട്ടിവെച്ചിരിക്കുകയാണല്ലോ, ഇത് അവിടെ നിന്ന് മാറ്റിയിട്ടില്ല അല്ലേ? കണ്ടുകൊണ്ട് തന്നെയാണ് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 200 മീറ്റർ അകലം പാലിക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ കണ്ടെയ്നർ തുറന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ കണ്ടെയ്നർ തുറന്നു. പക്ഷേ അതിൽ മറ്റ് പദാർത്ഥങ്ങളൊന്നുമില്ല. തുണിത്തരങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് ജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു വലിയ കയർ ഉപയോഗിച്ച് കെട്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. തിരിച്ച് വീണ്ടും കടലിലേക്ക് ഒഴുകി പോകാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. നേരത്തെ ഈ പ്രദേശത്ത്, അതായത് ചെറിയഴിക്കൽ ഭാഗത്തുള്ള ഈ കണ്ടെയ്നർ തന്നെ എടുത്ത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു നീക്കം തുടക്കത്തിൽ നടത്തിയിരുന്നു. എന്നാൽ നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരമനുസരിച്ച്
എവിടെയാണോ കണ്ടെയ്നർ അടിഞ്ഞിട്ടുള്ളത് അത് അവിടങ്ങളിൽ തന്നെ സൂക്ഷിക്കുക. ഏതെങ്കിലും മറ്റ് ദോഷകരമായിട്ടുള്ള മനുഷ്യ ശരീരത്തിന് ഹാനികരമാകുന്ന തരത്തിലുള്ള ഏതെങ്കിലും പദാർത്ഥങ്ങളുണ്ടെങ്കിൽ അത് മാറ്റിയ ശേഷം മാത്രം കണ്ടെയ്നർ പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്ക് ആഴക്കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അവിടെ ചില ബോട്ടുകൾ, അതായത് കപ്പലിൽ നിന്ന് താഴേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ചെറിയ ബോട്ടുകളുണ്ട്. ആ കപ്പലിനൊപ്പം തന്നെ ഉള്ള ബോട്ടുകളാണ്. ആ ബോട്ടുകളൊക്കെ തന്നെ ഒഴുകി വരുന്നുണ്ട്. അതിന് സമാനമായ രീതിയിൽ തൊട്ട് സമീപത്ത് തന്നെ മറ്റൊരു കണ്ടെയ്നർ ഒഴുകി നടക്കുന്നു. ഇവിടെ പറയേണ്ട കാര്യം, ഇവിടെ കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഇങ്ങനെ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജനങ്ങൾ വലിയ രീതിയിൽ ആശങ്കയിലാണ്. കാര്യം അവരുടെ ഉപജീവന മാർഗ്ഗമാണ് മത്സ്യബന്ധനം എന്നത്. ശരി കണ്ണൻ, ഞാൻ കണ്ണിലേക്ക് തിരികെ